ഹലോ ഗായ്സ്, വെൽക്കം ടു ഇമ്പൾസ്. നമ്മൾ നോക്കാൻ പോകുന്ന ഡിപ്ലോമ ഇൻ ഫാർമസി എക്സിറ്റ് എക്സാമിനേഷൻ ആണ്. അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, ഈ ഒരു DPE എക്സാം ഞങ്ങൾ എഴുതേണ്ട ആവശ്യമുണ്ടോ, ബിഫാംകാർ എഴുതേണ്ട ആവശ്യമുണ്ടോ, ഫാം ഡിക്കാർ എഴുതേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഡിപ്ലോമക്കാരന് എഴുതേണ്ടെന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. പല ആൾക്കാർക്കും കൺഫ്യൂഷൻ ആണ്. കാര്യം ഞങ്ങളൊന്ന് പഠിച്ചിറങ്ങിയതിന് ശേഷം ഈ ഒരു എക്സാം വന്നാൽ മതി എന്നൊരു തോന്നലാണ് എല്ലാവർക്കും മിക്കവാറും കാണിക്കാറ്. സോ DPE പറയുന്ന പോലെ തന്നെ ഡിപ്ലോമക്കാർക്ക്, ഡിഫാംകാർക്ക് മാത്രമേ നിലവിൽ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ പറഞ്ഞിട്ടുള്ളൂ. ഒന്നാമത്തെ കാര്യം ആലോചിക്കുക, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം MBBSകാരൊക്കെ പുറത്ത് പഠിക്കുവാണെങ്കിൽ റഷ്യ അല്ലെങ്കിൽ ഇപ്പോൾ ചൈന, യുക്രൈനിലൊക്കെ പഠിച്ച ആൾക്കാർ ഇവിടെ വന്ന് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അവരെന്ത് ചെയ്യണം, ഒരു എക്സിറ്റ് എക്സാം എഴുതുകയും അത് ക്വാളിഫൈ ആയാൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പിന്നെ ഫർദർലി ഉള്ള ക്ലിനിക്കൽ എക്സ്പോഷറും അല്ലെങ്കിൽ ഇവിടെ വർക്ക് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അത് നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. അത് മാത്രമല്ല, അത് പിന്നെ MBBSകാർ, കേരളത്തിൽ പഠിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ പഠിക്കുന്ന MBBSകാർക്കും ആ ഒരു എക്സിറ്റ് എക്സാം കൊണ്ടുവരണം എന്നുള്ളൊരു രീതിയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ കൂടുതലും നമ്മുടെ ചുറ്റുപാടുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ എന്നെ കേൾക്കുന്നത് കൊണ്ട് അതിന്റെ ഭാഗമായിട്ട് എക്സിറ്റ് എക്സാം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത്ര പുതിയൊരു കാര്യമൊന്നുമല്ല അല്ലേ. അപ്പം ഒരു കാര്യം മനസ്സിലാക്കുക, നമുക്ക് ഈ ഒരു എക്സിറ്റ് എക്സാം കൊണ്ടുവരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മൾ ലോറിയോ അല്ലെങ്കിൽ കാറിൻ്റെ ലൈസൻസ് ഒക്കെ എടുക്കാൻ പോകുമ്പോൾ ആദ്യം ലേണേഴ്സ് എടുപ്പിക്കും അല്ലേ, എന്നിട്ട് മാത്രമേ നമുക്ക് എന്ത് ലൈസൻസ് തരുള്ളൂ. ആ ഒരു രീതി തന്നെയാണ് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾക്ക് അറിയാനുള്ള നോളജ് ഉണ്ടോ, നിങ്ങൾക്ക് സ്കില്ലുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളൊരു ഫാർമസ് തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഒരു ഫാർമസിസ്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ള കഴിവും വിവരവും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പല സ്ഥലങ്ങളിലും അല്ലെങ്കിൽ നമ്മളെ ഇന്ത്യയിലൊക്കെ മാത്രമാണ് ഇപ്പോൾ ഡിപ്ലോമ എന്നൊരു കോഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. പുറത്തൊന്നും അങ്ങനെ ഡിപ്ലോമയൊന്നും ഇല്ല. അപ്പോൾ പലയിടത്തും ഡിപ്ലോമയൊക്കെ പഠിക്കുന്നത് ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ വെറുതെ സർട്ടിഫിക്കറ്റ് മാത്രം വാങ്ങുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒരുപാട് രീതിയിലുള്ളത് കൊണ്ട് അതൊക്കെ റെഗുലേറ്റ് ചെയ്യാനും ഒക്കെ ഈ ഒരു എക്സാം കൊണ്ട് നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ചെയ്യും എന്നുള്ള രീതിയിലാണ് ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ തീരുമാനിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അറിയേണ്ടത്, നമുക്ക് ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൗൺസിൽ ഉണ്ട്. നിങ്ങൾ ആദ്യം അറിയാം, നിങ്ങൾ പഠിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അറിയണ്ട, ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൗൺസിൽ നമുക്കുണ്ട്. അതിൻ്റെ അണ്ടറിൽ നമുക്ക് സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ ഉണ്ട്. സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ, അപ്പോൾ നമുക്ക് ഇവിടെ കേരളത്തിലാണുള്ളത് സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ. സോ സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ നമുക്ക് എവിടെയുള്ളത്, നമുക്ക് ട്രിവാൻഡ്രത്താണുള്ളത്. ചില സമയത്ത് രണ്ട് സ്റ്റേറ്റ് ഫാർമസി കൗൺസിലുകളൊക്കെ ചേർന്നിട്ട് ജോയിന്റ് ഫാർമസി കൗൺസിൽസ് ആയിട്ടിരിക്കാറുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ കർണാടകയും തമിഴ്നാടിനും കൂടെ വേണമെങ്കിൽ ഒരുമിച്ച് ഒരു ജോയിന്റ് ഫാർമസി കൗൺസിലായിട്ടും ഇരിക്കാം. അത് അവരുടെ റിക്വയർമെന്റ് ആണ്. ചില സമയങ്ങളിൽ അങ്ങനെ ജോയിന്റ് ഫാർമസി കൗൺസിലുകൾ, അതായത് സ്റ്റേറ്റുകൾ തമ്മിലുള്ള ഒരു കൊളാബറേഷൻ വഴി ചെയ്യുന്നതാണ്. അവർക്ക് ഒരുപാട് അങ്ങനെ ലിമിറ്റേഷൻ ഒക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ ചെയ്യുന്നതായിരിക്കാം. അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഇതാണ് ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ. നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതിനൊന്നും ആവശ്യം നമുക്ക് ഇവിടെ ഇല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ല. അപ്പം ഇനി ഡിപ്ലോമയ്ക്ക് ജോയിൻ ചെയ്യുന്ന ആൾക്കാരും ഇത് ആലോചിക്കുക, ഇത് ചിന്തിക്കുക. പിന്നെ ആലോചിക്കരുത്, അയ്യോ ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ മറ്റവർക്ക് ആർക്കും ഇല്ല. അങ്ങനെയല്ല, അവർക്കും എക്സാം വരും കേട്ടോ, ഭാവിയിൽ വരും. നമുക്ക് അത്രയും സംസാരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള ഈ ഒരു എക്സാമിനെ പറ്റി എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. സോ ഫാർമസി കൗൺസിൽ ഈ DPE എക്സാമിന് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തിനു ഞങ്ങൾ നടത്തുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ചോദിക്കേണ്ട, ഫാർമസി നിങ്ങൾ എന്തിനാണ് നടത്തുന്നതെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് സ്കില്ലുണ്ടോ. ബേസിക്കലി നമുക്കറിയാമല്ലോ, ഇതൊരു ടെക്നിക്കൽ കോഴ്സാണ്. സോ നിങ്ങളവിടെ പോയി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫാർമസി പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടോ. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ പ്രൊഫഷണൽ ഡെവലപ്മെന്റ് നടത്തുന്നുണ്ടോ. അതായത് ഇപ്പോൾ എക്സാമ്പിൾ, നമ്മുടെ മുന്നിൽ പല പേഷ്യൻസ് വരും. സോ പല രീതിയിലായിരിക്കും വരുന്നുണ്ടാവുക. സോ നമ്മൾ ആ എടുക്കുന്ന എത്തിക്കൽ കൺസിഡറേഷൻ, റെസ്പോൺസിബിലിറ്റി ഒക്കെ നമുക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ. പിന്നെ എഡ്യൂക്കേഷൻ റെഗുലേഷൻ ആയിട്ട് അല്ലെങ്കിൽ ബന്ധപ്പെടുത്തിയ ട്രെയിനിങ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കുമോ, അല്ലെങ്കിൽ കാൻഡിഡേറ്റിന് മിനിമം ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മിനിമം സ്കിൽ റിക്വയർമെന്റ് നിങ്ങൾക്ക് അവൈലബിൾ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു DPEയുടെ ഒബ്ജക്റ്റീവായിട്ട് അവർ പറയപ്പെടുന്നത്. ഇനി എപ്പോഴൊക്കെയാണ് ഈ എക്സാമുകൾ നടത്തുക, അല്ലെങ്കിൽ ഏതൊക്കെ സമയങ്ങളിലായിരിക്കും ഈ ഒരു DPE എക്സാമുകൾ നടത്തുക നമ്മൾ നെക്സ്റ്റ് ചോദ്യം നിങ്ങൾക്ക് വരുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ബൈ ആനുവൽ എക്സാമിനേഷൻ, അതായത് ഒരു വർഷത്തിൽ 2 പ്രാവശ്യം വരെ അവർ എക്സാം നടത്തുമെന്നാണ് പറയുന്നത്. സോ മിക്കവാറും MCQ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഉണ്ടാവുക. സോ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ 2 വർഷം, ഇപ്പൊ 2 പ്രാവശ്യം ആയതുകൊണ്ട് മിക്കവാറും 6 മാസം ആയിരിക്കും. സോ നമുക്ക് കറന്റ് ഒരു കൺഫേം ഡേറ്റോ കാര്യങ്ങളോ കിട്ടില്ല. വീണ്ടും ഡേറ്റുകൾ പോസ്റ്റ്പോണ്ട് ആയി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അവർ മിക്കവാറും കൺസിഡർ ചെയ്യുന്നുണ്ടാവുക 2 ബാച്ച് ആയിരിക്കുമല്ലോ നിലവിൽ ഇറങ്ങുണ്ടാവുക. അപ്പോൾ ആ ബാച്ചുകളെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കണം മിക്കവാറും വരിക തോന്നുന്നു. കാര്യം ഒരു ഓഡ് ബാച്ച് ഉണ്ട്, ഒരു ഈവൻ ബാച്ച് മിക്കവാറും ഒക്കെ ഇങ്ങനെ സപ്ലിമെന്ററി കിട്ടിയ ആൾക്കാർക്കും അങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് കൊണ്ട് മിക്കവാറും 2 ആയിട്ടായിരിക്കും നടത്തുന്നുണ്ടാവുക. എനിക്ക് തോന്നുന്നു അതാത് വർഷങ്ങൾ ഇറങ്ങുന്ന എല്ലാ ബാച്ചിലുള്ള സ്റ്റുഡൻസിനും അതാത്
4 വർഷത്തിൽ തന്നെ എക്സാം എഴുതാൻ പറ്റും എന്നാണ് തോന്നുന്നത്. പിന്നെ ഷെഡ്യൂളിംഗ് വരുന്നത് നിങ്ങൾക്ക് ഓരോ ഡേറ്റ് അവൈലബിൾ ആയിരിക്കും, അല്ലെങ്കിൽ സ്ലോട്ട്സ് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ ആ സ്ലോട്ട്സ് പോയി ബുക്ക് ചെയ്യുക, ഒരു പ്രിസ്ക്രൈബ്ഡ് ഫീസ് അടച്ചിട്ട് നിങ്ങൾ ബുക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമായിരിക്കും. ഡേറ്റ് നിങ്ങൾ അറിയിക്കും കേട്ടോ, വെബ്സൈറ്റ് വഴി അറിയിക്കേണ്ടായിരിക്കും. സോ അനൗൺസ്മെന്റും എല്ലാം ഫാർമസി കൗൺസിലിന്റെ അണ്ടറിലായിരിക്കും എല്ലാം വരിക ഉണ്ടാവുക. സോ അത് ഡിപ്പെൻഡ് ചെയ്യും കേട്ടോ. ഇപ്പം സ്റ്റേറ്റ് ഫാർമസി കൗൺസിലും കൂടെ ജോയിൻ ചെയ്തിട്ടായിരിക്കും മിക്കവാറും ഉണ്ടാവുക. ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ കറക്റ്റ് ഡേറ്റ് ഉണ്ടായിരിക്കും, അത് പിന്നെ സ്റ്റേറ്റ് ഫാർമസി കൗൺസിലായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സൂപ്പർവൈസിങ് ചെയ്യണ്ടാവുക. സോ അതനുസരിച്ച് സെൻറ്റർ എങ്ങനെ നിങ്ങൾക്ക് അലോക്കേറ്റ് ചെയ്യുന്ന വെച്ചാൽ ഡേറ്റ് അനുസരിച്ചും നിങ്ങൾക്ക് ആരാണ് ആദ്യം കൊടുത്തത് അല്ലെങ്കിൽ സീനിയോറിറ്റി നോക്കിയിട്ടായിരിക്കും നിങ്ങൾക്ക് സെൻറ്റർ അലോട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് ഈ സെൻറ്റർ വേണം അല്ലെങ്കിൽ ആ സെൻറ്റർ വേണം എന്നല്ല, നിങ്ങൾക്ക് സീനിയോറിറ്റി അനുസരിച്ച് നിങ്ങൾ വെക്കുന്ന ഒരു ഓപ്ഷൻ അനുസരിച്ചിട്ടായിരിക്കും മിക്കവാറും നിങ്ങൾക്ക് സെൻറ്റർ അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ പറഞ്ഞിട്ടുള്ളത്. സോ നെക്സ്റ്റ് വൺ ഈസ് എലിജിബിലിറ്റി ആണ്. അപ്പം ഓൾറെഡി ഈ DPE ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡിപ്ലോമ ഇൻ ഫാർമസി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഫാർമസി അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ, സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചിട്ടുണ്ടായിരിക്കണം. അത് മാത്രമല്ല സെക്ഷൻ 12 ഫാർമസി ആക്ട് 1948 പ്രകാരമുള്ളതായിരിക്കണം എന്നുള്ളതും പറയുന്നുണ്ട്. സോ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സുകളും അല്ലെങ്കിൽ അവർ പറയുന്ന ഡോക്യുമെന്റ്സുകൾ, ഇപ്പം ആധാർ കാർഡ് വേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് വേണ്ടി വരും, നിങ്ങളുടെ ട്രെയിനിങ് സർട്ടിഫിക്കറ്റ്സ് വേണ്ടി വരും. അപ്പം ഇങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ്സ് എല്ലാം നിങ്ങൾ അപ്ലോഡ് ചെയ്ത് അതെല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ പറയണ്ടാവുള്ളൂ. സോ എക്സാമിനേഷൻ ഫീസിൽ നമുക്ക് ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ അറിയിക്കും എത്രയാണ് രൂപ എന്നുള്ളത്, പ്രിസ്ക്രൈബ്ഡ് ഫീസ് അറിയിക്കും. ചിലപ്പോൾ അതിൽ മാറ്റം വന്നേക്കാം, ഭാവിയിൽ നമുക്ക് പല മാറ്റങ്ങളും വന്നേക്കാം, റിവൈസ് ചെയ്തേക്കാം. സോ ഡോക്യുമെന്റ് വൺസ് അവർ കിട്ടിക്കഴിഞ്ഞ് വെരിഫൈ ചെയ്ത് നിങ്ങൾ എലിജിബിൾ ആണെന്ന് കണ്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ നിങ്ങൾക്ക് എക്സാം എഴുതാനായിട്ട് പറ്റുള്ളൂ. നിങ്ങൾ വെറുതെ അപ്ലൈ ചെയ്ത് എക്സാം എഴുതാമെന്നല്ല, നിങ്ങൾ ഡോക്യുമെന്റ് എല്ലാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അതോറിറ്റി വെരിഫൈ ചെയ്യും. വെരിഫൈ ചെയ്തതിന് ശേഷമാണ് അവർ തീരുമാനിക്കുക നിങ്ങൾ ക്വാളിഫൈഡ് ആണോ അല്ലയോ എന്നുള്ളത് തീരുമാനിക്കുക. ഇനി ബേസിക്കലി ക്വസ്റ്റ്യൻ ഫോർമാറ്റ് നമുക്ക് 3 പേപ്പേഴ്സ് നമുക്ക് എഴുതാനുള്ളത്. ടോട്ടലി 3 പേപ്പേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കും. നമ്മൾ PSC ഒക്കെ എക്സാം എഴുതില്ല, അതുപോലെ മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ടായിരിക്കും. 3 മണിക്കൂറായിരിക്കും ഉണ്ടായിരിക്കുക. മിക്കവാറും ലാംഗ്വേജ് മീഡിയം ഇംഗ്ലീഷ് ആയിരിക്കും. ഇനി ഫർദർലി ഓപ്ഷൻസ് ഉണ്ടോ ഇല്ലയോ നമുക്കറിയില്ല, മേ ബി ഹിന്ദിയിൽ അവൈലബിൾ ആവാനുള്ള ചാൻസ് ഉണ്ട്. കാര്യം മിക്കവാറും ഒക്കെ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് ഒക്കെ ഹിന്ദിയിൽ അവൈലബിൾ ആവും. പിന്നെ ഭാവിയിൽ വേണമെങ്കിൽ വേറെ റീജിയൻ ലാംഗ്വേജിൽ വരുമോ എന്ന് നമുക്കിപ്പോഴും അറിയില്ല. സോ 50% മാർക്ക് ഓരോ പേപ്പറിനും വേണം എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ 3 സെറ്റ് പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 3 മാർക്കിനും ചിലപ്പം അവർ വെക്കുന്ന എത്ര മാർക്ക് നമുക്ക് അറിയണ്ടാവില്ല. സോ ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 20 വെച്ചിട്ടാണെങ്കിൽ അതിൽ 50%, മീൻസ് 10 മാർക്ക് വെച്ച് നിങ്ങൾ ക്വാളിഫൈ ആകണം എന്ന് പറയുന്നുണ്ട്. അറ്റംപ്റ്റ് നിങ്ങൾക്ക് അങ്ങനെ അറ്റംപ്റ്റ് സ്പെസിഫിക് ഇത്ര അറ്റംപ്റ്റിൽ ജയിക്കണം എന്നൊന്നും പറയുന്നില്ല. പിന്നെ വേറൊരു കാര്യം പറയുന്നുണ്ട്, നമ്മൾ ഈ 3 ജയിച്ചാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, നമ്മൾ ക്വാളിഫൈ ആവത്തുള്ളൂ. ആ ഒരു പ്രശ്നം ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. ഇനി സബ്ജക്ട് കവർ ചെയ്യുന്നത് ഫാർമസ്യൂട്ടിക്കൽ സയൻസ്, മെഡിസിനൽ കെമിസ്ട്രി ആൻഡ് റെഗുലേറ്ററി ആൻഡ് മാനേജ്മെന്റ് ആയിരിക്കും. സോ ഫാർമസ്യൂട്ടിക്സ്, കെമിസ്ട്രി, കോഗ്നോസി, കോളേജി, ബയോ കെമിസ്ട്രി, ഹോസ്പിറ്റൽ ആൻഡ് ക്ലിനിക്കൽ ഫാർമസി, ഫാർമസ്യൂട്ടിക്കൽ ജൂറിസ്പ്രുഡൻസ്, ഡ്രഗ് സ്റ്റോർ മാനേജ്മെന്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. എക്സാം എത്രത്തോളമാണ് ടഫ് വരിക, അല്ലെങ്കിൽ എത്രത്തോളം എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ എത്രത്തോളം ആവറേജ് ലെവൽ ആയിരിക്കും എന്ന് പറയണമെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് ഒരു ബാച്ച് ആൾക്കാരെങ്കിലും എക്സാം എഴുതിയത് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമുക്ക് ആദ്യമേ നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇവരെങ്ങനെയാണ് നടത്താൻ പോകുന്നത്, ഏത് രീതിയിൽ നടത്താൻ പോകുന്നത്, അല്ലെങ്കിൽ എക്സാംസിൽ എത്ര ക്വസ്റ്റ്യൻസ് ഹൈ ലെവൽ വരുന്നു അല്ലെങ്കിൽ ലോ ലെവൽ വരുന്നു, ഈസി ആയിട്ട് വരുന്നുണ്ടോ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഒരു PSC എക്സാം നിങ്ങൾ എങ്ങനെ എഴുതുന്നു അതുപോലെ എഴുതേണ്ടി വരും. കാര്യം നമ്മൾ പറയില്ലേ PSC എക്സാം എഴുതുമ്പോൾ ഇത്ര ശതമാനം കിട്ടിയാൽ നമ്മൾ ക്വാളിഫൈ ആവുള്ളൂ എന്ന് പറയുന്നത് പോലെ അതേ സെയിം എങ്ങനെയാണോ അത് പഠിക്കുന്നത് അതേ രീതി തന്നെ നമുക്ക് ഈ DPE എക്സാം പഠിക്കേണ്ടി വരും എന്നുള്ള ഒരു പ്രശ്നം കൂടെ ഉണ്ട് എന്നുള്ളതാണ്. MCQs ഒക്കെ ഒരുപാട് ചെയ്ത് പഠിക്കണം. ബിക്കോസ് ഞാൻ ഒരിക്കലും പറയില്ല നിങ്ങൾക്ക് പേഴ്സണലി പഠിക്കാൻ പറ്റും, പ്രശ്നമല്ല. പക്ഷെ MCQs ഒരുപാട് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, ഈ ഒരു സബ്ജക്ട് എത്രത്തോളം നമുക്ക് അവിടെ എഴുതാൻ പറ്റുള്ളൂ എന്നറിയാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ വലിയൊരു എമൗണ്ട് ആണ്, ഇപ്പോൾ എക്സാമ്പിൾ ഭയങ്കര എമൗണ്ട് പറയുവാണ്, ഭയങ്കര പ്രിസ്ക്രൈബിങ് എമൗണ്ട് പറയുവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ എക്സാം എഴുതുമ്പോഴും അത്രയും പ്രിപ്പയർഡ് ആയി എഴുതാൻ മാത്രമേ പറ്റുള്ളൂ. എന്നും പറഞ്ഞ് നിങ്ങൾക്ക് പറ്റില്ല എന്നില്ല, നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ച് നിങ്ങൾക്ക് പറ്റുന്ന കാര്യമാണ്. സോ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ PC ആണ് തീരുമാനിക്കുന്നത് എക്സാമിന് എത്രത്തോളം സ്റ്റാൻഡർഡൈസ് ചെയ്യണം അല്ലെങ്കിൽ എത്രത്തോളം അതിൽ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് അവരായിരിക്കും തീരുമാനിക്കേണ്ടാവുക. എക്സാമിനേഷൻ മാനേജ്മെന്റും അലോക്കേഷനും രജിസ്ട്രേഷനും ഒക്കെ അവർ ഡിക്ലെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ അത് മാത്രമല്ല ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഈ എക്സാമിൽ പല മാറ്റങ്ങളും സ്ട്രക്ചറൽ മാറ്റങ്ങളും അവർക്ക് വരുത്താനുള്ള കാര്യം കൂടെ ഗസറ്റിനകത്ത് പബ്ലിക് ഗസറ്റിനകത്ത് പറയുന്നുണ്ട്. അപ്പം വേണമെങ്കിൽ ചെറിയ മാറ്റങ്ങൾ വന്നേക്കാം, വലിയ മാറ്റങ്ങൾ വന്നേക്കാം. അവർക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ ചെയ്യും.
ഓൾറെഡി പറഞ്ഞതുപോലെ 50% മാർക്ക് നമുക്ക് വേണം. പിന്നെ അത് മാത്രമല്ല 3 പേപ്പറും സിംഗിൾ അറ്റംപ്റ്റ് ആണ്. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, സിംഗിൾ അറ്റംപ്റ്റ് ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കണ്ടിന്യൂസ്ലി നമുക്ക് ഒരു പേപ്പർ കിട്ടി അപ്പോൾ അടുത്ത പേപ്പർ പിന്നെ എഴുതിയാൽ മതിയോ, അങ്ങനെ ആയിരിക്കില്ല. ക്വസ്റ്റ്യൻസ് എല്ലാം മിക്കവാറും ക്ലബ്ഡ് ആയിരിക്കും കേട്ടോ. പിന്നെ അൺലിമിറ്റഡ് അറ്റംപ്റ്റ് പറയുന്നുണ്ട്. നമുക്ക് ഇന്ന അറ്റംപ്റ്റിൽ വേണം എന്നില്ല, 3 അറ്റംപ്റ്റിൽ എഴുതാൻ പാടുള്ളൂ, 5 അറ്റംപ്റ്റിൽ എഴുതാൻ പാടുള്ളൂ എന്ന് പറയുന്നില്ല. അവർ അൺലിമിറ്റഡ് അറ്റംപ്റ്റ് പറയുന്നുണ്ട്. സോ എക്സാമിനേഷൻ കഴിഞ്ഞു, ഇനി എന്താണ് നെക്സ്റ്റ്? അപ്പോൾ റിസൾട്ട് ഡിക്ലെയർ ചെയ്യും. അവർ ഇത്ര ഡേറ്റ് പറയട്ടോ, ഇത്ര ഡേറ്റ് പറഞ്ഞിട്ട് നമ്മൾ പറയും, നമുക്ക് എൻറോൾ നമ്പറൊക്കെ ഉണ്ടായിരിക്കും, അത് വെച്ച് നമുക്ക് അറിയാൻ പറ്റും നമ്മൾ ജയിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് അറിയാൻ പറ്റും. അതിനുശേഷമായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുക. അതായത് നിങ്ങൾക്ക് ക്വാളിഫൈഡ് ആണ്, യു ആർ എ ക്വാളിഫൈഡ് ഫാർമസിസ്റ്റ് എന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യും ഫാർമസി കൗൺസിലിൽ നിന്ന്. പിന്നെ അത് എന്ത് ചെയ്യുന്നു, സ്റ്റേറ്റ് ഫാർമസി കൗൺസിലും കൂടെ എന്ത് ചെയ്യുന്നു, നമുക്ക് രജിസ്ട്രേഷൻ നൽകുകയാണ് ചെയ്യുക. ബേസിക്കലി സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നു, സോ അവിടെ നിന്നാണല്ലോ നമുക്ക് തരിക. പക്ഷേ അതിനുള്ളിൽ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഒരു ഡിക്ലറേഷനും കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ലീഗലി ഇന്ത്യയിൽ ഒരു ഫാർമസിസ്റ്റിന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം ആലോചിക്കുക, നമ്മൾ ഈ ഒരു എക്സാം എഴുതുന്നത് കൊണ്ട് തന്നെ പുറം രാജ്യങ്ങളിലൊക്കെ പല ആൾക്കാരും അസിസ്റ്റന്റ് ഫാർമസിസ്റ്റ് ആയിട്ട് DPharm ക്വാളിഫിക്കേഷൻ വെച്ച് പോകാറുണ്ട്. അവർക്കൊക്കെ ഒരുപാട് ഉപയോഗം വരും. കാരണം എന്തുകൊണ്ടാണ്, നിങ്ങൾ ഈ ഒരു എക്സാം ഒരു സ്റ്റാൻഡർഡൈസിങ് എക്സാം ആയതുകൊണ്ട് തന്നെ ഇനി മുതൽ വേണമെങ്കിൽ പുറത്തുള്ള രാജ്യങ്ങൾ ആ ഒരു എക്സാം ക്വാളിഫൈ ആയാൽ മാത്രമേ അവിടെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യാൻ ഈ ഒരു എക്സാം മതി എന്നൊരു രീതിയിലേക്ക് വന്നാൽ തന്നെ നിങ്ങൾക്ക് നല്ലതാണ്. കാര്യം എന്തുകൊണ്ടാണ്, നിങ്ങൾ വേറെ എക്സാംസ് ചിലപ്പോൾ ക്വാളിഫൈ ചെയ്യേണ്ടി വരില്ല. അതൊക്കെ പിന്നത്തെ കാര്യമാണ്, അതൊക്കെ ഓരോ രാജ്യങ്ങളിലും മാറി വന്നുകൊണ്ടേയിരിക്കാം എന്നുള്ളതാണ്. സോ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ നമ്മുടെ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഞാൻ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഫർദർലി ഉണ്ടാവുന്ന ഒരുപാട് ഡെവലപ്മെൻറ്റും കാര്യങ്ങൾക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. സോ ഫർദർലി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് വരിക എന്നുള്ളത്. ഫർദറിലുള്ള കാര്യങ്ങൾ ഞാൻ എന്തായാലും യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തേക്കാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടുക, നമുക്കത് ഡിസ്കസ് ചെയ്യാമെന്നുള്ളതാണ്. സോ നെക്സ്റ്റ് ഇതുപോലെ റിലേവൻറ്റ് ടോപ്പിക്കായിട്ട് കാണാം. താങ്ക് യു.